സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23 50 മുതൽ 53 വരെ. അരിമത്യ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23 50 മുതൽ 53 വരെയുള്ള വേദഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ശവ സംസ്കാര ശുശ്രൂഷ നടത്തിയ അരിമത്യക്കാരനായ യോസേഫിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. തിരുവചനത്തിൽ യോസേഫ് എന്ന പേരിൽ വളരെ പേരുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഒരു യോസേഫിനെ കാണുന്നു. അതുപോലെ വംശാവലിയിലും നമുക്ക് യോസേഫിനെ കാണാം. യേശുവിനെ വളർത്തിയ യേശുവിൻ്റെ വളർത്തുപിതാവിൻ്റെ പേരും യോസേഫ എന്നായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യൂദാസ് ഇസ്കരിയോത്തായ്ക്ക് പകരം കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായി തിരഞ്ഞെടുക്കുവാൻ 2 പേരെ ചീട്ടിട്ടതിൽ അഥവാ നറുക്കിട്ടതിൽ ഒരാളുടെ പേരും യോസേഫ് എന്നായിരുന്നു. ഇവിടെ യേശുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന മന്ത്രിയുടെ പേരും യോസേഫ് എന്നാണ്. ഈ മനുഷ്യനിൽ 3 ഗുണങ്ങൾ നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ടുന്നതായ 3 ഗുണങ്ങൾ. 1, നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനാകുക എന്നുള്ളത് ഇന്നിൻ്റെ വെല്ലുവിളിയാണ്. നല്ലവരാകുക, നന്നാവുക, ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗുണഗണവും. മറ്റു മനുഷ്യരും, അത് നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, സമൂഹമാകാം, എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നാണ് നല്ല മനുഷ്യരെ. രണ്ടാമതായി അരിമത്യയിലെ യോസേഫിനെ കുറിച്ച് പറയുന്നത് നീതിമാൻ എന്നാണ്. അനീതി കൊണ്ട് നിറഞ്ഞ് ജീവിക്കുന്ന ഈ ലോകത്തിൽ നീതിമാന്മാരുടെ കുറവ് പരിഹരിക്കുവാൻ നമുക്കാകണം. എങ്ങനെ? ഞാനും നിങ്ങളും നീതിമാന്മാരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നീതിമാനായി മാറുന്നത്. മൂന്നാമതായി അരിമത്യയിലെ യോസേഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യൻ ദൈവരാജ്യത്തെ കാത്തിരുന്ന മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഭൗതികമായി പല കാത്തിരിപ്പുകൾ നടത്തുന്നവരാണ് നാം. പല നന്മകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. നമുക്കറിയാം, ഭൗതികമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കായി, ജീവിത സാഹചര്യങ്ങൾക്കായി, ജോലിക്കായി, കുടുംബജീവിതത്തിനായി, ഭവനത്തിനായി, സാമ്പത്തിക നന്മകൾക്കായി, അനേകവിധ നന്മകൾക്കായി കാത്തിരിക്കുന്നവരുണ്ട്. ഇതാ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് ദൈവരാജ്യത്തെയാണ്. അതുപോലെ തന്നെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് നാം കാണുന്നു. ഇവിടെ
യോസേഫ് ദൈവരാജ്യത്തെ കാത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനാണ് യേശു കർത്താവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം നല്ലവരും വിശ്വാസികളും അഥവാ ഭക്തരും ദൈവഭയത്തോടെ ജീവിക്കുന്നവരും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവരുമായി നാം ജീവിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് യോസേഫിനെ പോലെ അവസരം ലഭിക്കും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.